ചോദിക്കണു, എന്തായി എൻ്റെ കുട്ടികളുടെയൊക്കെ സ്ഥിതി? അപ്പോൾ മറ്റാൾ പറയണു, എനിക്ക് 2 പെൺകുട്ടികളാണെന്ന് തനിക്കറിയില്ലേ? അറിയാം. മൂത്തവളുടെ കാര്യമൊക്കെ വളരെ ഭംഗിയാണ്. അവളൊരു IT കാരിയാണ്, ഭർത്താവും ഒരു IT കാരനാണ്, ബാംഗ്ലൂരിലാണ്, 2 ലക്ഷം രൂപ ശമ്പളമുണ്ട്, ഒരു ഫ്ലാറ്റൊക്കെ വാങ്ങി സുഖമായിട്ട് താമസിക്കുകയാണ്. അപ്പൊ രണ്ടാമത്തെ അവളുടെ കാര്യമാണ് കുറച്ച് കഷ്ടം. അതെന്താ ചോദിച്ചപ്പോ അവൾക്ക് ഒരു മാഷയെ കിട്ടിയുള്ളൂ എന്നാണ് മറുപടി. ഒരു മാഷയെ കിട്ടിയുള്ളൂ എന്നാണ് മറുപടി. പണ്ടൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എൻ്റെയൊക്കെ കുട്ടിക്കാലത്തും അടുത്ത കാലം വരെയും ഒരു റിട്ടയർ ചെയ്ത ടീച്ചർ, കോളേജിലെ മാഷോ സ്കൂളിലെ മാഷോ ആരെങ്കിലും ആട്ടെ, ഒരു വടിയൊക്കെ കുത്തി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു ലഹള നടന്നിടത്ത് വന്നിട്ട് എന്താ അവിടെയെന്ന് ചോദിച്ചാൽ ആ ലഹള അവസാനിക്കുമായിരുന്നു. അത്രയും ഒരു ആദരം സമൂഹം അദ്ദേഹത്തിന് കൽപ്പിച്ച് നൽകിയിരുന്നു. ലഹള ഉണ്ടാക്കുന്ന ആളുകൾ അടക്കമുള്ളവരുടെ മനസ്സിൽ ആ ആദരം ഉണ്ടായിരുന്നു. ഇപ്പോ ഒരു അധ്യാപകൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ലഹള നടക്കുന്നിടത്ത് വന്നിട്ട് എന്താ അവിടെയെന്ന് ചോദിച്ചാൽ അവസാനിക്കുക മിക്കവാറും ആ അധ്യാപകനായിരിക്കും, ലഹളയായിരിക്കും. ഇങ്ങനെയും ഒരു പരിണതി നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ സമൂഹത്തിന്റെ മനഃശാസ്ത്രം എങ്ങനെയോ മാറിപ്പോയത് കൊണ്ട് ഈ മഹാപ്രതിഭകളായ ഗുരുനാഥന്മാരുടെ സ്ഥാനം ഒരു 4-മത്തെയോ 5-മത്തെയോ അവസാനത്തെയോ പട്ടികയിലേക്ക്, കള്ളിയിലേക്ക് തള്ളി നീക്കപ്പെട്ടിരിക്കുന്നു. ഇത് മാറിയില്ല എങ്കിൽ, പ്രത്യേകിച്ചും വരുന്ന കാലങ്ങളിൽ ഒരു അധ്യാപകനെ ആവശ്യമില്ല എന്ന അർത്ഥത്തില് നമ്മുടെ ക്ലാസ് റൂമുകൾ വികസിച്ചു വരുന്ന ഒരു കാലത്ത് എന്താണ് നമ്മുടെ അടുത്ത തലമുറയുടെ വൈകാരികമായ സമീപനം ഉണ്ടാവുക ലോകത്തോടെന്ന് ചോദിച്ചാൽ എനിക്ക് നല്ല നിശ്ചയമില്ല. കാരണം വിഷയത്തെക്കാൾ കൂടുതൽ വിദ്യാർത്ഥി അധ്യാപകരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ലോകത്തോടുള്ള സമീപനം, മനുഷ്യരോടുള്ള സ്നേഹം, സമൂഹത്തിലെ ഇതര ജീവികളോടുള്ള പെരുമാറ്റം, ആകപ്പാടെയുള്ള ദർശനം, ഇത് മുഴുക്കെ ഒന്നും പകർന്നു കൊടുക്കാൻ ഇല്ലാത്ത അവസ്ഥയിൽ പോലും അധ്യാപകനിൽ നിന്ന്, ഗുരുവിൽ നിന്ന് വിദ്യാർത്ഥി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ള ഒരു സൗകര്യം നഷ്ടപ്പെട്ട ഒരു കാലത്ത് നമ്മുടെ കുട്ടികളുടെ സ്ഥിതി എന്താവും നാളെയെന്ന് ചോദിച്ചാൽ, വൈകാരികമായ ഒരു സമതുലനം അവർക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ പ്രയാസമാണ് എന്നായിരിക്കും മറുപടി. ഏതെങ്കിലും ഒരു നല്ല അധ്യാപകന്റെ പരിചരണത്തിലൂടെ കുറച്ചു കാലമെങ്കിലും കടന്നുപോയ ഒരു മനുഷ്യനും ഒരു കള്ളനോ കൊള്ളക്കാരനോ കൊലപാതകിയോ ബലാത്സംഗിയോ ആകാൻ പറ്റില്ല എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. അങ്ങനെ ആരെങ്കിലും ഒരാള് ഈ സമൂഹത്തിൽ പെരുമാറുന്നുവെങ്കിൽ അവർക്ക് ഒരു നല്ല ഗുരുനാഥന്റെ സമ്പർക്കം ഉണ്ടാകാതെ പോയി എന്ന ദുഃഖ സത്യം നമ്മൾ രേഖപ്പെടുത്തി വെക്കേണ്ട കാര്യം മാത്രമാണ്. ഏത് കോടതിയിലും നമുക്ക് പറയാവുന്ന ഒരു സാക്ഷ്യമാണ് ഇത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സമൂഹത്തില് ഗുരു എന്ന ആരൊക്കെയുണ്ടോ അവരെയൊക്കെ രാവിലെ എഴുന്നേറ്റ് നമസ്കരിക്കുക എന്നൊരു പതിവ് ജീവിതത്തില് പണ്ടേ കാലം തൊട്ടുള്ളതാണ്. നമ്മൾ രാവിലെ എണീറ്റാൽ ആദ്യം ചെയ്യുന്നത് പ്രാതസ്മരണീയരായ ആളുകൾക്ക് മനസ്സുകൊണ്ട് നമസ്കാരമാണ്. അതിൽപ്പെട്ട ആളാണ് ഈ ഗുരു. ഗുരുദേവോ ഭവ എന്നാണ് പ്രാർത്ഥന. ഈ ഗുരുദേവോ ഭവ എന്ന പ്രാർത്ഥനയ്ക്ക് ഇരുതല മൂർച്ചയുണ്ട് എന്നും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. 2 തലയും മൂർച്ചയുള്ളതാണ് ഈ പ്രാർത്ഥന. ഗുരു ദേവനാണ് എന്ന് വിദ്യാർത്ഥിയുടെ മനസ്സിൽ തോന്നണം എന്ന ഒരു പ്രാർത്ഥന. ശിഷ്യനായ ആൾക്ക് ഈ പ്രാർത്ഥന മനസ്സിലാകേണ്ടത് അങ്ങനെയാണ്. ശിഷ്യനല്ലാത്ത ഒരാളും ഈ ഭൂമിയിലില്ല എന്നുള്ളതുകൊണ്ട് സ്വന്തം ഗുരുനാഥന്മാരെ പറ്റി അവര് ദേവന്മാരാണ് എന്ന ഒരു ധാരണ ഈ ശിഷ്യനായ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവുക എന്നുള്ളത് ആ മന്ത്രത്തിന്റെ ഒരു മൂർച്ചയുള്ള തല. മറ്റേ മൂർച്ചയുള്ള തല എന്താന്ന് വെച്ചാല്, ഞാനൊരു ഗുരുനാഥനാണ് എങ്കിൽ എല്ലാവരും ഗുരുനാഥന്മാരാണ് ഭൂമിയിൽ എന്നുള്ളതാണ് നേര്. എങ്കിലും ഞാനൊരു ഗുരുനാഥനാണ് എങ്കിൽ ഞാൻ ദേവനായി ഭവിക്കണം എന്ന് ഞാൻ തന്നെ ഉറപ്പിക്കുന്ന ഒരു പ്രാർത്ഥന ആണ്. 2 കൂടിയാണ് നമ്മളൊക്കെ. എന്തെങ്കിലും ഒന്ന് പഠിക്കാതെയും എന്തെങ്കിലും ഒന്ന് ആരെങ്കിലും പഠിപ്പിക്കാതെയും ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് ഭൂമിയിലെ എല്ലാവരും ശിഷ്യരും ഗുരുനാഥന്മാരുമാണ് ഒപ്പം. അതുകൊണ്ട് നമ്മൾ 2 തലയും മൂർച്ചയുള്ള ഈ പ്രാർത്ഥന, ഈ 2 റോളുകളിലും നമുക്ക് ദേവത്വം ഉണ്ടാകട്ടെ എന്ന ഒരു പ്രാർത്ഥന ഉറക്കെ ഉച്ചരിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് നമ്മുടെ അനുഭവ തലം. നമ്മുടെ നാട്ടിലുള്ള ഒരു പതിവാണ് ഇത്. അന്യനാട്ടിലും ഈ പതിവുണ്ട് എന്നാണ് ഞാൻ വളരെയേറെ സന്തോഷത്തോടെ മനസ്സിലാക്കിയത്. നമ്മളിപ്പോൾ വികസിത നാടുകൾ എന്നൊക്കെ പറയുന്നിടത്ത് എല്ലായിടത്തും തന്നെ അവര് ടീച്ചേഴ്സിന് വളരെ വലിയ പരിഗണനയാണ് നൽകുന്നത്. അമേരിക്കയിലൊക്കെ ഉള്ള ഒരു സർവകലാശാലയിലും കോളേജിലും പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന് പഠിപ്പിക്കൽ മാത്രമായിട്ട് ഇല്ല. ടീച്ചിങ് അലോൺ എന്ന ഒരു ജോലിയില്ല. ടീച്ചിങ് കം റിസർച്ച് എന്നാണ് ജോലിയുടെ പേര്. എന്ന് വെച്ചാൽ ഇയാൾക്ക് കിട്ടിയ പാഠങ്ങൾ ഇയാൾ അതേപടി അടുത്ത തലമുറയെ പഠിപ്പിച്ചാൽ പോരാ എന്നർത്ഥം.
അയാൾ അയാളുടേതായ കോൺട്രിബ്യൂഷൻ സ്വയം ഉണ്ടാക്കി അയാൾക്ക് കിട്ടിയ ഫയൽസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം അടുത്ത തലമുറയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ. നമ്മുടെ നാട്ടില് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് വെപ്പ്. പക്ഷേ നമ്മുടെ നാട്ടിലെ എത്ര അധ്യാപകർ ഗവേഷണം നടത്തുന്നു എന്ന് എനിക്കറിയില്ല. നടത്തുന്ന ഗവേഷണം എത്രത്തോളം ഇഫക്റ്റീവ് ആണ് എന്നും എനിക്ക് നിശ്ചയമില്ല. ഏതായാലും ലോകത്തിലെ ശാസ്ത്ര ജേണലുകളിൽ ഇന്ത്യയിലുള്ള സർവകലാശാലകളിലെ അധ്യാപകരിൽ നിന്ന് കാര്യമായ ഒരു സംഭാവനയും കണ്ടു കിട്ടുന്നില്ല എന്ന ഒരു ദുഃഖകരമായ സത്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇതിനുവേണ്ടി സ്ഥിരമായി പരിധികൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എവിടെയുണ്ട് പുതിയൊരു പേപ്പർ, എവിടെയുണ്ട് പുതിയ ഒരു ഡിസർട്ടേഷൻ എന്ന് അന്വേഷിച്ച് ഈ മുഴുവൻ സർഫിംഗ് നടത്തിയാലും ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് ആരെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നടത്തിയതായിട്ട് കഴിഞ്ഞ ഒരു 8 മാസത്തിനിടയ്ക്ക് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഈ 2 റോളുകളിലും വേണ്ടത്ര നല്ല സമീപനമല്ല ഉള്ളത് എന്നുള്ളത് ആശാവഹമല്ല എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇത്തരം ഒരു വലിയ സ്ഥാപനത്തില് ഇരിക്കുന്ന അധ്യാപകരും അധ്യാപികമാരുമായ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഇത്രയൊക്കെ കേൾക്കാൻ ഇടയാകല്ലോ എന്ന ഒരു സങ്കടം എനിക്കുണ്ട്. ഇതൊക്കെ പറയാൻ എനിക്ക് എന്താ അർഹത എന്ന് എനിക്കറിയില്ല. ഞാൻ അധ്യാപകനല്ല, അധ്യാപകനായി പ്രവർത്തിച്ചിട്ടുമില്ല. ഇല്ല എന്ന് സത്യം പറയാൻ വയ്യ. ആകെ അധ്യാപകനായിരുന്നത് ബുദ്ധിയില്ലാത്തവരുടെ ഒരു കോളേജിലായിരുന്നു. എന്ന് പറഞ്ഞാൽ പണ്ട് ഈ തോറ്റ കുട്ടികളെ മാത്രം പഠിപ്പിക്കുന്ന ഒരു കോളേജായിരുന്നു ഈ ട്യൂട്ടോറിയൽ കോളേജ് എന്ന് പറയുന്ന കാര്യം. അന്ന് പാലക്കാട് പഠിക്കുന്ന കാലത്ത് അവിടെ ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ ഞങ്ങൾ കുറച്ച് പേര് ഉപജീവനത്തിന് വേണ്ടി പഠിപ്പിക്കാറുണ്ടായിരുന്നു. അതിന് MP ട്യൂട്ടോറിയൽ കോളേജ് എന്നായിരുന്നു പേര്. മൂസത്ത് പ്രദേശ് ട്യൂട്ടോറിയൽ എന്നായിരുന്നു അതിന്റെ മുഴുവൻ പേര്. പക്ഷെ ഞങ്ങൾ അതിനെ മന്ദബുദ്ധി കലാലയം എന്നാണ് വിളിച്ചിരുന്നത്. തോറ്റവർ മാത്രമേ അവിടെ വരുള്ളൂ. മാത്രമല്ല 99% പെൺകുട്ടികളുമായിരിക്കും. എന്തു പറഞ്ഞാലും ഒന്നും അവരുടെ തലയിൽ കയറില്ല എന്നുള്ളത് കൊണ്ട് എന്തും പറയാം എന്നൊരു സുഖം മാത്രമേ ആ അധ്യാപന ജോലിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും അങ്ങനെ ലോകത്തുള്ള ഏറ്റവും വിരുദ്ധമായ ഒരു അധ്യാപനത്തിൽ കവിഞ്ഞ ഒരു അധ്യാപനവും നടത്താൻ യോഗ്യതയോ അർഹതയോ ഉണ്ടായിട്ടില്ലാത്ത, അവസരമോ ഉണ്ടായിട്ടില്ലാത്ത എനിക്ക് അധ്യാപകരെ എന്തെങ്കിലും പറഞ്ഞ് പഠിപ്പിക്കാനുള്ള യോഗ്യതയില്ല എന്ന് നല്ല നിശ്ചയമുള്ളത് കൊണ്ട് ഞാൻ കൂടുതലായി അധ്യാപനമൊന്നും നടത്തുന്നില്ല. ഇവിടെ ഇപ്പോൾ ഉള്ള അധ്യാപകർക്കും ഇന്ന് പിരിഞ്ഞു പോകുന്നവർക്കും ഇന്നലെയും മെനിയാനാളും പിരിഞ്ഞു പോയവർക്കും എല്ലാവർക്കും തന്നെ ഈ മഹാസ്ഥാപനത്തെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നതിന് എൻ്റെ അഭിനന്ദനവും നാളെ ഇതിനേക്കാൾ ഭംഗിയായി നടത്തിക്കൊണ്ടു പോകണം ഇത് എന്ന എൻ്റെ അഭ്യർത്ഥനയും ഒരുമിച്ച് ഒരേ പൂച്ചെണ്ടിലെ 2 പൂക്കളായി സമർപ്പിച്ച് ഞാൻ നിങ്ങളുടെ ഈ യോഗം, ഈ യാത്രയയപ്പ് എന്ന ഔപചാരികമായ ആദരം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.